നന്ദനം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി എന്ന വിഷയത്തെ പറ്റി രണ്ട് വാക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ്. ലോകത്തിൽ വളർന്നു വരുന്ന ജനസംഖ്യയുടെ പ്രധാനവും ചലനാത്മകവുമായ വിഭാഗമാണ് യുവാക്കളുടേത്. അതിനാൽ തന്നെ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വികസിത രാജ്യമായ ഇന്ത്യക്ക് ഒരു വികസിത രാജ്യമായി മാറുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും യുവാക്കൾക്ക് അവർക്ക് ആവശ്യമായ അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം എവിടെ ലഭിക്കുന്നുവോ അവിടേക്ക് വ്യതിചലിച്ചു പോകുന്നതിനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ ഈ സാധ്യതയാണ് പലപ്പോഴും ഭീകര പ്രവർത്തകരും അന്യരാജ്യക്കാരും മുതലെടുക്കുന്നത്. നമ്മുടെ യുവാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുമ്പോൾ അവർ നമ്മുടെ ഇന്ത്യയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കും എന്നത് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ നേതാക്കന്മാരും നിർമ്മാതാക്കളും സൃഷ്ടാക്കളും എല്ലാമായി മാറുന്നത്. അതിനാൽ തന്നെ അവരെ നാം നമ്മുടെ ഇന്ത്യയിൽ പിടിച്ചു നിർത്തി നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ നല്ലൊരു വികസിത രാജ്യമായി മാറുമെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നാം ആ യുവാക്കളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ നമ്മുടെ നാട്ടിൽ ലഭിക്കാതെ വരുമ്പോൾ അവർ അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. ഇത് മാത്രമല്ല, ലഹരിയുടെ ഉപയോഗം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും പലപ്പോഴും ഇതിനെയെല്ലാം പിന്തുണച്ചു നിർത്തുന്ന ഒരു കാര്യമായി മാറാറുണ്ട്. യുവാക്കൾ അന്യദേശങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അവർ ആ രാജ്യത്തിന്റെ സ്വത്തായി ആ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്ക് ഒരു ദുഃഖകരമായ വാർത്തയാണ്. അതിനാൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളിൽ 66% യുവാക്കളായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയെ നാം നല്ലൊരു വികസിത രാജ്യമായി മാറ്റുന്നതിൽ യുവാക്കളുടെ പങ്ക് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കി അവരെ നമ്മുടെ ഇന്ത്യയുടെ ഉന്നമനത്തിനായി പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ലഹരി മാഫിയകൾ അവരെ തട്ടിക്കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ലഹരി അവരെ തട്ടിക്കൊണ്ടുപോകും. ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാവിയെ തകർത്തേക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. നാം 72ാം വാർഷികം ആഘോഷിച്ചതാണല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെത്. അപ്പോൾ ആ 72ാം വാർഷികം ആഘോഷിച്ചപ്പോഴും നമ്മുടെ ഇന്ത്യക്ക് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ലഭിക്കുന്നില്ല എന്നത് തികച്ചും നമ്മുടെ ഗവൺമെന്റ് നാം മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയെ ഒരു നല്ല